ഇത് നമ്മുടെ വൈറലായിട്ടുള്ള ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യണേ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് ആ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചതച്ചതും കുറച്ച് കറിവേപ്പില കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ മസാല കിടന്ന് അതൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് പുളി പിഴിഞ്ഞത്, നമ്മുടെ വാളൻപുളിയില്ലേ, അത് പിഴിഞ്ഞ ആ പുളീൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ആ പുളി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ മീൻ, ഞാനിവിടെ നെയ്മീനാണ് കേട്ടോ എടുത്തത്. നമ്മുടെ നെയ്മീൻ കഷ്ണങ്ങൾ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഓരോന്നും അങ്ങനെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഞാൻ അതിൻ്റെ മുകളിലേക്കൊന്നും ആക്കുന്നില്ല. അത് അടച്ചു വെച്ചിട്ട് 1-2 തവണ തിരിച്ചു മറിച്ച് ഇടാന്ന് വിചാരിച്ചു. അപ്പം നന്നായിട്ട് ഒന്ന് അതിൽ മസാലയൊക്കെ പിടിക്കുമല്ലോ. അപ്പോൾ ആദ്യത്തെ തവണ ഞാനിങ്ങനെ നിരത്തി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് അടപ്പ് തുറന്ന് നോക്കിയപ്പോൾ കണ്ടാൽ നന്നായിട്ട് പുളിവെള്ളമൊക്കെ അങ്ങനെ തിളച്ച് ആ എണ്ണ തെളിഞ്ഞു വരുന്നത് കണ്ടോ. ഇനി നമുക്ക് ഓരോ മീനുകളും മറിച്ചിടാം കേട്ടോ. ഇനി അത് മറിച്ചിട്ടതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് മൂടി വെച്ച് കുറച്ച് നേരം കൂടി കുക്ക് ചെയ്യുന്നതിന് ശേഷം മൂടി തുറന്ന് നോക്കിയപ്പോൾ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. കേട്ടോ, കാണുമ്പോൾ തന്നെ എന്താ ഭംഗിയില്ലേ. ഇനി ഞാനൊന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 1-2 തവണ മറിച്ചിടുന്നത് അതിൽ നന്നായിട്ട് മസാല പിടിക്കാനായിട്ടോ. നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇനി കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ചിട്ട് നല്ലോണം ആ എണ്ണയൊക്കെ തെളിഞ്ഞ് മസാലയൊക്കെ നന്നായിട്ട് വറ്റി അതിലേക്ക് പിടിച്ച് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ മീനിലെ ആ പുളിയും മുളകും എല്ലാം കൂടി പിടിച്ച് തന്നിട്ടുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ വൈകി ഉണ്ടാക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.